പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം തുടരുകയാണ്. വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം അതിന്റെ സമാഹരണമാണ് ഇനി. അതിനിടയിലുള്ള ഇടവേളയിൽ ഭക്തിഗാനമേള ഇപ്പോൾ നടക്കുകയാണ്. അനന്തകൃഷ്ണൻ പമ്പ മണപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. അനന്തൻ, ഇന്നിപ്പോൾ നടക്കുന്ന പുരോഗമിക്കുന്ന അയ്യപ്പ സംഗമം, അതിൻ്റെ ഉദ്ഘാടന വേള, മുഖ്യമന്ത്രിയുടെ പ്രസംഗം, അതിലെ ശ്ലോകം, ഇതൊക്കെ കേരളം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, ഇനി പ്രധാനപ്പെട്ട 3 സെക്ഷനുകൾ നടക്കുകയും ചെയ്തു ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട്. അതിലിനി അതിനുശേഷമുള്ള കാര്യങ്ങൾ, ആ ചർച്ചയിൽ നിന്നും ക്രോഡീകരിക്കപ്പെട്ട കാര്യങ്ങൾ, അത് വേർതിരിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഭക്തിഗാന സുധ അതെങ്ങനെ പുരോഗമിക്കുന്നുണ്ട്? പ്രജീഷ്, പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം സാങ്കേതികമായി ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാം. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 3 സെഷനുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 വിഷയങ്ങളിലുള്ള ചർച്ചകൾ സമാന്തരമായി നടക്കുകയായിരുന്നു. ഈ പ്രധാന വേദിയിൽ നടന്നത് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട അതിഥികൾ, അതിനൊപ്പം തന്നെ ഈ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികൾ, ഇവരെല്ലാം ചേർന്നാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. അതിനൊപ്പം തന്നെ ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വിഷയമായി മറ്റൊരു വേദിയിലും, അതിനൊപ്പം തന്നെ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ വിഷയം മറ്റൊരു വേദിയിലുമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഈ പ്രതിനിധികളായിട്ട് വന്നവർ ഈ വിഷയം കേട്ട ശേഷം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയ ക്രോഡീകരണം, ഒരു തീരുമാനവും ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇനി പിന്നീട് അറിയിക്കും, അല്ലെങ്കിൽ പിന്നീട് ദേവസ്വം ബോർഡ് ഈ ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ അവർക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടന ചടങ്ങ് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തോട് ശബരിമലയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സമുദായ സംഘടനകളുടെ പ്രതിനിധികളെ ഒപ്പമിരുത്തി, അതും ശബരിമല സന്നിധാനത്തിൻ്റെ പ്രധാന ഒരു തീർത്ഥാടന കേന്ദ്രമായ പമ്പയിൽ ഒരു വേദി ഒരുക്കി അവിടെ ഒരുമിച്ചിരിക്കാൻ പറ്റി എന്നുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വിജയമാണ്. അതിന് ഒപ്പം തന്നെ ശബരിമലയിലെ വികസനം മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത്രയും. അതിനൊപ്പം ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്ത പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളെ, അവരെ കപട ഭക്തരുടെ അല്ലെങ്കിൽ കപട വിശ്വാസികളുടെ ഒരു ഗണത്തിലേക്ക് പെടുത്തിക്കൊണ്ട് വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല. അതിനൊപ്പം അദ്ദേഹം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഈ ശബരിമല സന്നിധാനത്തും പമ്പാ സന്നിധിയിലുമൊക്കെ നടന്ന അനിഷ്ടകരമായ സംഭവങ്ങളെക്കുറിച്ചോ അന്നത്തെ കോടതി വിധിയെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പരാമർശമുണ്ടായില്ല. ശബരിമലയുടെ വികസനം മാത്രമാണ് അദ്ദേഹം ഊന്നിയത്. ഏതായാലും ഇപ്പോൾ ഈ പ്രധാന വേദിയിൽ ഈ സംഗമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്തി ഗാനമേള നടക്കാൻ പോവുകയാണ്. ഭക്തിഗാന സുധയാണ്. അത് വിജയ് യേശുദാസിൻ്റെയും സുദീപിൻ്റെയും നേതൃത്വത്തിലാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആ വേദിയിൽ നടക്കുന്നു. സ്റ്റേജിലൊക്കെ ആൾക്കാർ, നേരത്തെ ഈ സംഗമത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പോയ ആൾക്കാർ തിരികെ വന്ന് ഈ വേദികളിലൊക്കെ, കസേരകളിലൊക്കെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ ആ പ്രധാന വേദിയിൽ അയ്യപ്പസ്വാമിയുടെ രൂപം ആലേഖനം ചെയ്ത ആ ഡിജിറ്റൽ വാളിന് മുന്നിൽ സംഗീത കലാകാരന്മാർ അവർ ആ വാദ്യോപകരണങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അല്പസമയത്തിനകം വിജയ് യേശുദാസും സുദീപും ആ വേദിയിലേക്ക് എത്തും. പിന്നീട് ഏതാണ്ട് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറോളം നീളുന്ന ഗാനസുധയാണ്, ഭക്തിഗാനസുധയാണ്. അതിനുശേഷം ഈ സംഗമത്തിൻ്റെ ഒരു ഔദ്യോഗികമായ സമാപന ചടങ്ങുണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ ചടങ്ങിൽ പങ്കെടുക്കും. ഒരുപക്ഷെ അതിനു മുൻപ് ഈ നടന്ന ഈ ആഗോള സംഗമത്തിൻ്റെ ഭാഗമായി നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ദേവസ്വം മന്ത്രിയുടെ ഒരു മാധ്യമ സമ്മേളനം കൂടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ അത്തരം അറിയിപ്പുണ്ടായിരുന്നു, പക്ഷെ അതെപ്പോഴാണെന്ന് അറിയിച്ചിട്ടില്ല. ഏതായാലും ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രജീഷ്.